ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഞങ്ങൾ ഗാർഡൻ സെൻറ്ററിൽ പോയിട്ട് ഞങ്ങൾ അക്വേറിയത്തിലേക്കുള്ള ഫിഷിനെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളിത് അന്ന് ഈവനിങ്ങിൽ ആ ഫിഷിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മൾ ഗപ്പിയാണ് വാങ്ങിച്ചത്. ഗപ്പിയുടെ 3 പെയർസ്, അതായത് 3 മെയിൽ ഗപ്പിയും 3 ഫീമെയിൽ ഗപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗാർഡൻ സെൻറ്ററിലത്തെ വിശേഷങ്ങൾ വിശദമായിട്ട് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരണേ. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ വന്നു. അപ്പോൾ അക്വേറിയം നമ്മൾ ഓൾറെഡി 2 വീക്സ് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഫിൽട്രേഷനൊക്കെ വെച്ചിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ ഈ പുതിയ ഫിഷസിനെ കൊണ്ടുവന്നത് ഇതിലേക്ക് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ട മരുന്നൊക്കെ ഒഴിച്ചു. പിന്നെ വെള്ളം കുറച്ചും കൂടി ഫില്ല് ചെയ്യണമായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ അതിലേക്ക് മീനെ ഇട്ടിട്ട് കാണാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. അവർ എന്താ മീനിനെ വെക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. 2 പേരും. അല്ലുവിന് പിന്നെ അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല, അവനങ്ങനെ ഒരുപാട് ഓവർ ആക്ടിങ് ചെയ്യുന്ന ആളല്ല കേട്ടോ. പക്ഷെ ആദിമോളും ലല്ലു ബേബിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ ചെയ്യാതെ ഈ മീനിനെതിൽ വെക്കാൻ ഞാൻ വെക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തു. അതിലത്തെ മരുന്നും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. അപ്പോൾ അവർക്കെല്ലാവർക്കും അപ്പോൾ അതും ചെയ്യണം, മരുന്നൊഴിക്കണ കാര്യങ്ങൾ. അങ്ങനെ എല്ലാവരും അവരവരുടെ പാട്ടൊക്കെ ചെയ്തു. പല്ലുവിനും ചെയ്യണം, പല്ലും ചെയ്തു. അങ്ങനെ എല്ലാവരും ചെയ്തിട്ട് അവസാനം കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മെയിൻ അതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആൻഡോ അവർ നമുക്ക് കിട്ടി തന്നിട്ടുള്ള ആ പാക്കറ്റ് തുറന്നിട്ട് മീനുകളെ ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. മീനുകളൊക്കെ കുറേ പേടിച്ചിട്ട് ഇരിക്കണേന്ന് തോന്നുന്നു കേട്ടോ. അവർക്ക് എന്താ സംഭവിക്കണതെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പുതിയൊരു സ്ഥലത്തേക്ക് വരികയാണല്ലോ, അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുക, പുതിയ എൻവയോൺമെൻറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അതൊക്കെ ശരിക്കും എന്താ പറയുക, ഭയങ്കര ഫ്രൈറ്റനിങ്ങുമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, മീൻസ് എല്ലാവർക്കും അത് പറ്റും. ഇപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് വന്ന് ജീവിക്കുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു കണ്ടീഷനൊക്കെ തന്നെയാണ് ഈ മീനുകളുടെയും അവസ്ഥ എന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മളിത് അക്വേറിയത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ പതുക്കെ മാറ്റുകയാണ് കേട്ടോ, ഓരോന്നിനെടുത്തിട്ട്. ഞാനിപ്പോൾ ഓർക്കുന്നത് നാട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെ വലിയ അക്വേറിയമാണ്. അത് ഇതുപോലെ നാട്ടിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാട്ടോ അക്വേറിയം ഞങ്ങൾ വാങ്ങിച്ചത്. അത് ആക്ച്വലി എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ആൻഡോ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ആ അക്വേറിയം സെറ്റ് ചെയ്തത്. അതിനകത്താണെങ്കിൽ ഒരുപാട് ഗോൾഡ് ഫിഷും ക്ലോൺ ഫിഷും അങ്ങനെ കുറേ തരം ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത്രയും വലിയ അക്വേറിയത്തിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ ഒരു ചെറിയ അക്വേറിയത്തിലേക്ക് മാറിയിരിക്കണം. അപ്പോൾ ഞാൻ ഈ സമയത്ത് ആലോചിച്ചത് ആ നാട്ടിലത്തെ അക്വേറിയത്തെ കുറിച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഗപ്പി മീനുകളാണെങ്കിൽ പേടിച്ചിട്ട് പുറത്തേക്ക് വരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരെണ്ണം ആദ്യം പുറത്തേക്ക് ചാടി കേട്ടോ, പുതിയൊരു ലോകത്തേക്ക്. അങ്ങനെ പുതിയ ലോകത്തേക്ക് വന്നു, ബാക്കിയുള്ളവർ വരുന്നില്ല. എന്നിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെങ്ങനെ അങ്ങോട്ട് ഉന്തി തള്ളി പുറത്തേക്കാക്കാൻ നോക്കുന്നുണ്ട്, എന്നിട്ടും വരുന്നില്ല. അവസാനം ഇങ്ങനെ നമ്മളങ്ങനെ കുടഞ്ഞ് അവസാനം എല്ലാ മീനുകളെയും പുറത്തേക്ക് എത്തിച്ചു കേട്ടോ. അങ്ങനെ 6 ഗപ്പി മീനുകളും പുതിയ ലോകത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇനി അവർക്ക് തീറ്റ കൊടുക്കണ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തീറ്റ നമ്മുടെ മക്കൾ തന്നെയാണ് അവർക്ക് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും അവരവരായിട്ട് ചെറിയ നുള്ളെടുത്തിട്ട് ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ മണി പോലത്തെ തീറ്റയായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ പൊടിയായിട്ടുള്ള തീറ്റയാണ്. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ നുള്ളെടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് മീനുകൾക്ക് ഇട്ട് കൊടുത്തു. അവർക്ക് കിട്ടിയ വശം
ദിവസം തന്നെ എല്ലാം കഴിക്കുന്നുണ്ട്. ഇവരങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ, എത്ര തീറ്റ കിട്ടിയാലും കഴിക്കും. പക്ഷെ അത് നല്ലതല്ല. നമ്മളെല്ലാ ദിവസവും വളരെ കുറച്ച് തീറ്റയെ കൊടുക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ വാങ്ങിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരു ദിവസം ഒന്നരാടം കൊടുത്താൽ മതി. ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ കൊടുക്കണ്ട, പിറ്റേ ദിവസം കൊടുത്താൽ മതി, അങ്ങനെ പറഞ്ഞിരിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ വയറ് കേടുവരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി അതിലേക്ക് വെള്ളം ആഡ് ചെയ്യണമായിരുന്നു. നമ്മുടെ ആ ഫിൽറ്റർ നിറഞ്ഞു പോകാൻ പാടില്ല, പക്ഷെ അതിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ആവണമായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഫിൽറ്ററിൻ്റെ അത്രയും ആക്കം വരെ വെള്ളം ഒഴിച്ചു. പിന്നെ അതിൻ്റെ മൂടി ഉണ്ടായിരുന്നു, ആ മൂടിയൊക്കെ വെച്ചു. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ കുറച്ച് കല്ലുകളുണ്ട്, ആ കല്ലുകൾ ഇട്ടു. പിന്നെ ഒരു ബോൾ പോലത്തെ സംഭവമുണ്ട്, അതൊക്കെ ഇട്ടു. ഇതാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച തീറ്റയും പിന്നെ ക്ലീനിങ് സംഭവവും ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടോ. പിന്നെ വാട്ടർ കണ്ടീഷണർ എന്ന് പറഞ്ഞൊരു സംഭവം. ഇതെല്ലാം നമുക്ക് അവിടെ നിന്നൊരു അതായിട്ട് ഒരു കോംബോ ആയിട്ട് നമുക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസ് എല്ലാതും ഷീന്നാണ് കേട്ടോ എൻ്റെ വാങ്ങിച്ചത്. അത് ഒരു ഗുഹ പോലത്തെ സംഭവവും അതുപോലെ മെർമെയ്ഡും കാര്യങ്ങളൊക്കെ ഷീന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അക്വേറിയം ടേബിളിൽ സെറ്റ് ചെയ്തു കേട്ടോ. TV സ്റ്റാൻഡിൻ്റെ അടുത്താണ് വെച്ചത്. ആ പിന്നിൽ കാണുന്ന രൂപമല്ലേ, അത് ഞാൻ വരച്ചതാണ്. നല്ല ഭംഗിയിൽ കാണാൻ. എന്താ പറയുക, ഒരു മ്യൂറൽ പെയിൻറ്റിങ് ട്രൈ ചെയ്തതാണ് കേട്ടോ. അതെങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയണേ. ഇതാണ് കേട്ടോ അക്വേറിയത്തിൻ്റെ മുകളിലിടുന്ന കല്ലുകൾ എന്ന് പറഞ്ഞത്. അക്വേറിയം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമ്മളെല്ലാം ടോപ്പും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് അത് ലെവലാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തത് ഇതിൻ്റെ ഫിൽറ്റർ ഓണാക്കി വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് വെച്ച് കൊടുത്തു. ലൈറ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഈ അക്വേറിയത്തിൻ്റെ കൂടെ തന്നെ. പിന്നെ അവർ പറഞ്ഞിരുന്നു ഇതിന് ഇത് വേണമെന്ന്, എന്താ ഹീറ്റർ വേണമെന്ന്. അപ്പോൾ നമ്മൾ ഹീറ്റർ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുക ചെയ്തത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള തെർമോമീറ്ററും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ളത്. രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രിയിൽ പക്ഷേ ഞാൻ വീഡിയോ എടുത്തതില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇപ്പോഴത്തെ രാത്രി ഒരു 7 മണിയൊക്കെ ആവാറായി തുടങ്ങി. പകൽ നല്ല വെളിച്ചമുണ്ട്. ഗ്രൗണ്ടിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കളിക്കണു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. അതുവരേക്കും ബായ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. Thank you for watching. Thank you so much.